ഉടമസ്ഥനോട് ചോദിക്കാതെ പുരയിടത്തിലെ വാഴയില വെട്ടിയതിന് ബാലനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. പാറശാല ഒറ്റക്കട സ്വദേശി ബാബുവാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാറശാല ഒറ്റക്കട സ്വദേശി ഷാജിയുടെ മകൻ ഷൈനെയാണ് അയൽവാസിയായ ബാബു കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചത്. ബാബുവിൻ്റെ ഉടമസ്ഥയിലുള്ള പറമ്പിൽ കയറി കുട്ടികൾ കളിക്കുന്ന വഴി വാഴയിലകൾക്ക് നാശം സംഭവിച്ചു എന്നാരോപിച്ചാണ് ഷൈനെ കഴുത്തറുത്ത് കൊല്ലാൻ ബാബു ശ്രമിച്ചത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ നാഗർകോവിലിനടുത്ത് കുമാരൻകോവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 8/5/2016 കൊട്ടിയൽക്കട ഭാഗത്ത് വെച്ച് ഒരു 12 വയസ്സുള്ള കുട്ടിയെ കഴുത്തിന് എന്തോ മൂർച്ചകളായതുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന് അറിഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി തിരക്കിയപ്പോൾ തൊട്ടടുത്ത താമസക്കാരായ ബാബുവും ഷാജിയുടെ മോനാണ് ഈ തമ്പു എന്ന് വിളിക്കുന്ന ഷൈൻ. അപ്പം അയാൾ ഈ പറയുന്ന ബാബു ഷാജിയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ വീട്ടിലുണ്ടായിരുന്ന ഷൈൻ എന്ന് പറയുന്ന കുട്ടിയെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പറയുന്നു. കുട്ടിയാണോ എന്നറിയില്ല. കയറി ചെന്നിട്ട് തൻ്റെ കൃഷിയിടത്തിലെ വാഴ വെട്ടിക്കളയുന്നത് ഈ കൊച്ചാണ്, അതുകൊണ്ട് മേല വാഴ വെട്ടിപ്പോയത്. വർക്കലെ പണിക്ക് പോയിട്ട് ആഴ്ചയിൽ വരുന്ന ബാബു അവിടെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് മേല വീട്ടിൽ കയറി ആ പുരടത്തിൽ കയറി ഒന്ന് നശിപ്പിക്കരുതെന്ന് പറഞ്ഞത് കുട്ടിയുടെ കിടത്തി ചെറിയ രീതിയിൽ വെട്ടി മുറിവേൽപ്പിക്കുകയായിരുന്നു. ഇയാൾ ഈ കൃത്യത്തിന് ശേഷം അവിടെ നിന്ന് നടന്ന് കൊറ്റാമുത്ത് നിന്ന് വണ്ടിയിൽ കയറി നേരെ കുമാരപുരം കോവിലിൽ അവിടെ പോയി ഒളിവിൽ താമസിക്കുകയും അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഞാൻ കുടുംബ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടതിന് ശേഷം അവിടുന്ന് വീണ്ടും നടന്ന് റോഡിലെത്തി പൂവാറിൽ നെയ്യാറ്റിങ്കര വണ്ടിയിൽ കയറി അവിടുന്ന് അവണാകുടിയിൽ മറ്റ് ബന്ധുക്കളൊക്കെ താമസിക്കുന്ന അമ്മയുടെ വഴിയുള്ള ബന്ധുക്കൾ താമസിക്കുന്ന ആൾതാമസമില്ലാത്തൊരു വീട്ടിൽ പോയി നിന്നില്ലാതെ കിടന്നതിന് ശേഷം ഇന്ന് കാലത്ത് അവരുടെ ഇരിക്കെ ചെന്നപ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവണാകുടി ജംഗ്ഷനിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭിക്ഷക്കാരൻ്റെ വേഷത്തിലാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആവണാങ്കുഴിയിലെ ബന്ധുവീട്ടിൽ പ്രതി എത്തിയതായി രഹസ്യവിവരത്തെ തുടർന്ന് CI ഷാജിമോഹൻ്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ബാബുവിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് K. സുധാകരന്റെ വീട് ആക്രമിച്ചത് CPIഎമ്മിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള സംഘപരിവാർ നീക്കം പൊളിഞ്ഞു. K. സുധാകരന്റെ വീടിന് കല്ലെറിഞ്ഞതിന് പിടിയിലായ അമ്പാടിമുക്കിലെ രജീഷ് RSS നിർദ്ദേശപ്രകാരമാണ് താനിത് ചെയ്തതെന്ന് പോലീസിനോട് സമ്മതിച്ചു. അതേസമയം കല്യാശ്ശേരിയിൽ കൃഷ്ണപിള്ള സ്മാരകത്തിന് നേരെ RSS ആക്രമണമുണ്ടായി. ഈ സംഭവങ്ങളെപ്പറ്റി സമഗ്രമായ അന്വേഷണം വേണമെന്ന് CPIഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് K. സുധാകരന്റെ കണ്ണൂർ നടാലിലെ വീട്ടുപരിസരത്ത് നിന്നും ഇന്ന് പുലർച്ചെയാണ് RSS പ്രവർത്തകനെ പോലീസ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ അമ്പാടിമുക്ക് സ്വദേശി മെയ്ത്തി രജീഷിനെയാണ് പോലീസ് സംഘം പിടികൂടിയത്. സുധാകരന്റെ വീടാക്രമിച്ച് കുറ്റം CPIഎമ്മിന് മേൽ കെട്ടിവെക്കാനായിരുന്നു ശ്രമമെന്ന് രജീഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അമ്പാടിമുക്കിലെ 4 RSS പ്രവർത്തകർ കൂടി ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച വാഹനത്തിലായിരുന്നു സംഘം എത്തിയത്. രജീഷ് സഞ്ചരിച്ച ബൈക്കിൽ നിന്നും കത്തി കണ്ടെടുത്തിട്ടുണ്ട്. LDF മന്ത്രിസഭ അധികാരമേൽക്കുന്നതിൻ്റെ തലേന്ന് സംഘർഷമുണ്ടാക്കി CPIഎമ്മിനെ പ്രതിക്കൂട്ടി നിർത്താനുള്ള RSS കോൺഗ്രസ് പദ്ധതിയാണിതെന്ന് CPIഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം. അധികാരത്തിൽ വരുന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സമഗ്രമായി അന്വേഷിച്ച് ഇത്തരമൊരു ഹീനമായിട്ടുള്ള കൃത്യം നടത്തിയതിൽ ആരെല്ലാം പങ്കാളികളാണ് അതെല്ലാം സംബന്ധിച്ച് അന്വേഷിച്ച് കോൺഗ്രസിൻ്റെയും RSSൻ്റെയും നേതാക്കന്മാരിൽ ആർക്കെല്ലാം ഇതിൽ പങ്കുണ്ട് അവരെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ വരണം, അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും P. ജയരാജൻ ആവശ്യപ്പെട്ടു. അതേസമയം ജില്ലയുടെ പല ഭാഗങ്ങളിലും RSS നടത്തുന്ന അക്രമങ്ങൾ തുടരുകയാണ്. കല്യാശ്ശേരി മാങ്ങാട്ടെ CPIഎം ഓഫീസ് RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അഹിന്ദുക്കളിൽ നിന്ന് ഹിന്ദുക്കളെ സംരക്ഷിക്കാനെന്ന പേരിൽ സംഘപരിവാർ സംഘടനയായ ബജരംഗ് ദളിന്റെ നേതൃത്വത്തിൽ ആയുധ പരിശീലനം. തോക്ക്, വാൾ, ലാത്തി എന്നിവയുടെ പ്രയോഗം പഠിപ്പിക്കുന്ന ക്യാമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. രാജ്യവിരുദ്ധരിൽ നിന്നും മറ്റു മതത്തിൽപ്പെട്ടവരിൽ നിന്നും ഹിന്ദുക്കളെ സംരക്ഷിക്കാനെന്ന പേരിലാണ് പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. തോക്കും വാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ കൊന്നൊടുക്കാനുള്ള പരിശീലനമാണ് ക്യാമ്പിൽ നടക്കുന്നത്. മോക്ഡ്രിൽ എതിരാളികളായി അഭിനയിച്ചത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അനുകരിക്കും വിധം വേഷമണിഞ്ഞവരാണ്.
തലയിലും അരയിലും കാവിത്തുണി ചുറ്റിയും നെറ്റിയിൽ കുങ്കുമമണിഞ്ഞും എത്തുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ന്യൂനപക്ഷ വിഭാഗക്കാരെ വെടിവെച്ചും വാളുകൊണ്ട് വെട്ടിയും കൊലപ്പെടുത്തിയാണ് മോക്ക് ഡ്രിൽ. കാക്കി ട്രൗസർ ധരിച്ച RSS പ്രവർത്തകരെയും ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ കുട്ടികൾ മുതലുള്ളവർ ക്യാമ്പിൽ സജീവമെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരിശീലനം നേരിൽ കാണാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുതിർന്ന സംഘപരിവാർ പ്രവർത്തകർ ധാരാളമായി എത്തി. ക്യാമ്പ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കുമെന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു. ജൂൺ 5-ന് സുൽത്താൻപൂർ, ഗോരഖ്പൂർ, പിലിഭിത്ത്, നോയിഡ, ഫത്തേപൂർ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ്. തലസ്ഥാനമായ ദില്ലിയോട് ചേർന്നെടുക്കുന്ന നോയിഡയിൽ പരസ്യമായി ആയുധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കാൻ സംഘപരിവാർ സംഘടനകൾ മുതിരുന്നത് പ്രകോപനപരമായി വിലയിരുത്തുന്നു. നിയമലംഘനം പരസ്യമായി നടന്നിട്ടും ക്യാമ്പുകൾ തടയാൻ ഉത്തർപ്രദേശ് പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന വിമർശം ശക്തമാണ്. ഹിന്ദുക്കളെ അന്യമതസ്ഥരിൽ നിന്ന് സംരക്ഷിക്കാനാണ് പരിശീലനമെന്നാണ് ബജ്രംഗ് ദൾ നേതാക്കളുടെ വിശദീകരണം. ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ കായികമായി ചെറുക്കേണ്ടി വരും. അതിന് വിദഗ്ധ പരിശീലനം ആവശ്യമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനെ CBI ചോദ്യം ചെയ്തു. ഉത്തരാഖണ്ഡ് സർക്കാർ നിലനിർത്താൻ വിമത MLA-മാർക്ക് പണം വാഗ്ദാനം ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. ദില്ലിയിൽ CBI ആസ്ഥാനത്ത് വെച്ച് നടന്ന ചോദ്യം ചെയ്യൽ 5 മണിക്കൂറോളം നീണ്ടു. ഭൂരിപക്ഷം നഷ്ടമായതിനെ തുടർന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ 27-ന് ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം തെളിയിച്ച് ഹരീഷ് റാവത്ത് മുഖ്യമന്ത്രി പദത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് CBI കേസ് റാവത്തിനെ വേട്ടയാടുന്നത്. സർക്കാരിന്റെ ഭൂരിപക്ഷ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായ മാർച്ച് 17-18 ദിവസങ്ങളിൽ വിമത MLA-മാർക്ക് ഹരീഷ് റാവത്ത് പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. ഹരീഷ് റാവത്ത് MLA-മാർക്ക് പണം വാഗ്ദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്താവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ദില്ലിയിലെ CBI ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയ ഹരീഷ് റാവത്തിനെ 5 മണിക്കൂർ ചോദ്യം ചെയ്തു. പല ചോദ്യങ്ങൾക്കും ഹരീഷ് റാവത്ത് കൃത്യമായ ഉത്തരം നൽകിയില്ലെന്നാണ് വിവരം. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈര്യം തീർക്കുകയാണെന്ന് ചോദ്യം ചെയ്യലിനു ശേഷം പുറത്തുവന്ന ഹരീഷ് റാവത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഹരികിഷോർ ജില്ലാ പോലീസ് മേധാവിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടും കൈരളി TV വാർത്താ സംഘത്തെ ആക്രമിച്ച പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. അക്രമം നടന്ന് 10 ദിവസം പിന്നിട്ടിട്ടും പത്തനംതിട്ട പോലീസ് അക്രമികളെ സംരക്ഷിക്കുകയാണ്. കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണനും സംഘവുമായിരുന്നു കൈരളി TV റിപ്പോർട്ടർ ബിജേഷ് നടുവിലിനെയും ക്യാമറാമാൻ വിനേഷ് നേതാജിയെയും ആക്രമിച്ചത്. തെരഞ്ഞെടുപ്പിന് തലേദിവസം കൈരളി വാർത്താ സംഘത്തെ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചിട്ട് 10 ദിവസം പിന്നിട്ടിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. 15-ാം തീയതി നടന്ന അക്രമത്തിൽ നടപടി ഉണ്ടാകാത്തതിനാൽ 18-ാം തീയതി ജില്ലാ കളക്ടർ ഹരികിഷോറിന് വീണ്ടും പരാതി നൽകുകയും ഈ പരാതി കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് ഉടൻ നടപടിയെടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകുകയും ചെയ്തിരുന്നു. കളക്ടറുടെ ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് അക്രമം നടന്നിട്ട് 10 ദിവസമായിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തലേദിവസം ശിവദാസൻ നായർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് അംഗം പണം നൽകുന്ന വാർത്ത ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു കോൺഗ്രസ് നേതാവ് MG കണ്ണനും സംഘവും കൈരളി TV വാർത്താ സംഘത്തെ ആക്രമിച്ചത്. ക്യാമറയും മൈക്കും തല്ലി തകർക്കുകയും വാഹനം കേടുപാട് വരുത്തുകയും ചെയ്തപ്പോഴും പത്തനംതിട്ട സബ് ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അക്രമം തടയാൻ കാര്യമായും ശ്രമിച്ചില്ല. കൈരളി വാർത്താ സംഘത്തെ ആക്രമിച്ച സംഘം ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഇസ്മായിൽ സാഹിബിനെയും ആക്രമിച്ചിരുന്നു. ഇതിലും പോലീസ് ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പെരുമ്പാവൂർ ജിഷ വധക്കേസ് പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറാൻ സാധ്യത. കേസ് വനിതാ IPS ഉദ്യോഗസ്ഥ അടങ്ങുന്ന സംഘം അന്വേഷിക്കണമെന്ന് LDF നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇതിനുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്നാണ് സൂചന. ജിഷയുടെ കൊലപാതകം നടന്ന 1 മാസം തികയാൻ പോകുമ്പോഴും പോലീസിന് അന്വേഷണത്തിൽ എങ്ങുമെത്താനായിട്ടില്ല. അന്വേഷണം എന്ന് പറഞ്ഞ് നടത്തിയ പരിശോധനകളും പരീക്ഷണങ്ങളും പരാജയപ്പെടുകയും ചെയ്തു. അന്വേഷണ സംഘത്തെ പലതായി പകുത്ത് ബംഗാൾ വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ സംസ്ഥാനത്ത് ഭരണമാറ്റവും സംഭവിച്ചു. ജിഷയുടെ കൊലപാതകിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട മുന്നിൽ നിന്ന് പ്രക്ഷോഭം നയിച്ച LDFന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുക എന്നത്. ചോദ്യം ചെയ്യപ്പെടേണ്ടവരിലും തെളിവെടുക്കപ്പെടേണ്ടവരിലും കൂടുതലും സ്ത്രീകൾ ഉൾപ്പെട്ട സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത്.
എന്നാൽ UDF സർക്കാർ ഇത് നിരാകരിക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘം സംബന്ധിച്ച ഉത്തരവ് ഉടനുണ്ടാകുമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്താത്ത ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കുമെന്നും സൂചനകളുണ്ട്. അതേസമയം ജിഷ വധക്കേസ് സംബന്ധിച്ച അന്വേഷണത്തിലെ പിഴവുകളെ സംബന്ധിച്ച പരാതിയിൽ IG മഹേഷ് പാൽ യാദവ് അടക്കം 5 ഉന്നത ഉദ്യോഗസ്ഥരോട് ബുധനാഴ്ച പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മുമ്പാകെ ഹാജരാകാൻ ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസുകാരുമായുള്ള വാക്തർക്കത്തിനിടെ യുവതി പോലീസ് സ്റ്റേഷനിൽ പരസ്യമായി തുണിയുരിഞ്ഞു. അഹമ്മദാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. അടിവസ്ത്രം വരെ ഉപേക്ഷിച്ച യുവതി അഹമ്മദാബാദ് സ്റ്റേഷനിലെ മേശയുടെ മുകളിലിരുന്ന വസ്തുവകകൾ വരെ വലിച്ചെറിയുകയും ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ ചില വെബ്സൈറ്റുകളിലൂടെ ഇതിനോടകം തന്നെ ഏറെ പേർ കണ്ടു കഴിഞ്ഞു. പോലീസുകാരുടെ നേരെ വിരൽ ചൂണ്ടി കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നതും സ്വന്തം ശരീരത്തിൽ യുവതി അടിക്കുന്നതും വീഡിയോയിൽ കാണാം. യുവതിയുടെ വസ്ത്രങ്ങളും ബാഗും തറയിൽ വീണു കിടക്കുന്നുണ്ട്. നഗ്നയായതുകൊണ്ട് പിടിച്ചുമാറ്റാൻ കഴിയാതെ നിൽക്കുന്ന പോലീസുകാരെയും വീഡിയോയിൽ വ്യക്തമാണ്. തർക്കത്തിനൊടുവിൽ യുവതിക്ക് ഒരു പോലീസുകാരൻ ഇടപെട്ട് ധരിക്കാൻ ഷർട്ട് നൽകുകയായിരുന്നു. അതേസമയം യുവതിയുടെ പരാതി എന്താണെന്നോ വസ്ത്രമുരിയാൻ മാത്രം അവരെ പ്രകോപിപ്പിച്ചത് എന്താണെന്നോ വ്യക്തമല്ലെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. പൊതുസ്ഥലത്ത് വസ്ത്രമുരിഞ്ഞതിന് യുവതിക്കെതിരെ കേസെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. കാര്യങ്ങൾക്കൊടുവിൽ വാദി പ്രതിയാകാതിരിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയതെന്ന് പോലീസുകാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. ചീങ്കണ്ണികളെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയ പ്രദേശമാണ് ഫ്ലോറിഡ. ഇതിനു പുറമെയാണ് ഇപ്പോൾ പുതിയൊരു തലവേദന ഫ്ലോറിഡുകാരെ തേടിയെത്തിയിരിക്കുന്നത്. 20 അടി നീളം വരെ വയ്ക്കുന്ന നൈൽ നദിയിൽ കാണപ്പെടുന്ന നരഭോജിയായ മുതലയെ ഇപ്പോൾ ഫ്ലോറിഡയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നാളെ കാണാം. ഗുഡ് ബൈ. I'm sorry about that. That's going to be irritating you. 2013 2016 മാർച്ചിനുമിടയിൽ ഫ്ലോറിഡയിൽ നിന്ന് പിടികൂടിയത് ഇത്തരത്തിലുള്ള 13 മുതലകളെയാണ്. ചീങ്കണ്ണി എന്ന് കരുതി പിടിച്ച ഇവയെല്ലാം മുതലകളാണെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു. നൈൽ നദിയിൽ ആളെ കൊല്ലുന്നതിന് കുപ്രസിദ്ധി നേടിയവയാണിവ. വർഷത്തിൽ ഏതാണ്ട് 20 പേരാണ് ഇവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതുവരെ പിടികൂടിയ മുതലകളെല്ലാം മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്നായിരുന്നുവെന്നതും അധികൃതരിൽ ആശങ്കയുണ്ടാക്കുന്നു. നിയന്ത്രണമില്ലാതെ പെരുകിയാൽ പ്രദേശത്തെ ജൈവവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ളവയാണ് ഈ മുതലകൾ. അംഗീകൃത മൃഗശാലകളിൽ നിന്നോ വന്യജീവി പാർക്കുകളിൽ നിന്നോ മുതലകളെ കാണാതായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അനധികൃതമായി വളർത്തിയ ആരോ മുതലകളെ പിന്നീട് ഉപേക്ഷിച്ചതാകാം ഇവ പെരുകുന്നതിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ. ഇന്തോനേഷ്യൻ പെരുമ്പാമ്പുകൾ ഉൾപ്പെടെ സ്വദേശികളല്ലാത്ത നിരവധി ജീവികൾ ഇന്ന് ഫ്ലോറിഡയിലുണ്ട്. പെരുമ്പാമ്പുകൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ നടത്തുന്ന വേട്ട ഉൾപ്പെടെ ഇവയെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ മുതലകളുടെ കാര്യത്തിൽ ഇവയൊന്നും എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിനാൽ എന്തു വേണമെന്ന ആശങ്കയിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക്.